രാവിലെ അഫീനെ വിട്ടിട്ട് നിതുമോളുടെ കാര്യങ്ങളെല്ലാം നോക്കി അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഉറക്കിയതിന് ശേഷം ബാക്കി പണികളെല്ലാം ചെയ്ത് ഒരു കുളിയൊക്കെ പാസ്സാക്കുമ്പോഴേക്കും ഉച്ചയ്ക്ക് ചോറുണ്ടാനാവും. ആ ചോറൂണൊക്കെ കഴിഞ്ഞ് വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് സമയം നോക്കുമ്പോൾ 3 മണി. എന്താലേ സമയം പോകുന്നതേ അറിയുന്നില്ല. 24 മണിക്കൂർ തികയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഇരിക്കുന്ന ഒരു ടൈം കുറേ ആയിട്ട് ജീവിതത്തിലേ ഇല്ല കേട്ടോ. ഒരു കണക്കിന് അത് ഇല്ലാത്തതാണ് കേട്ടോ നല്ലത്. വേറെ ഒന്നും കൊണ്ടല്ല, ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുമ്പോഴേ ഈ ടെൻഷൻ തരുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തിക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ദിവസങ്ങൾ വലിയ തട്ടുകേടില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോയിക്കോളും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അഫി കുറേ ദിവസമായി പറയുന്നു സവാളയോടെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സവാളയും ബാക്കി എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ 4 മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഉണ്ടാക്കാൻ തുടങ്ങിയത്. അവൻ വരാനായപ്പോഴേക്കും അത് മതിയല്ലോ, അപ്പോൾ ചൂടോടുകൂടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇനി ഞാൻ പറഞ്ഞിട്ട് അത് കുളവാക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ അവൻ വരുന്നത്. ഇന്നിപ്പോൾ ഉമ്മച്ചിയാണ് കൂട്ടാൻ വേണ്ടിയിട്ട് പോയത്. വന്ന് കയറിയ ഉടനെ ഞാനിത് ഉണ്ടാക്കണ കണ്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ചായ വെച്ചു കേട്ടോ. എല്ലാവർക്കുള്ള ചായ എടുത്ത് നമ്മൾ മുമ്പത്തേക്ക് പോയി ഒരുമിച്ചിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.